നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പി കള്ളവഴിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചും വോട്ടർ പട്ടികയിൽ അട്ടിമറി കാണിച്ചും EVM മെഷീൻ വലിയ തോതിൽ അത് ഹാക്ക് ചെയ്തുമൊക്കെയാണ് വിജയിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പാർലമെന്റിൽ ക്ഷുഭിതനായി മുൻ കേന്ദ്രമന്ത്രിയായ ബി.ജെ.പിയുടെ MP ആയ രവിശങ്കർ പ്രസാദ് പറഞ്ഞത്, നിങ്ങളപ്പോൾ ഉത്തർപ്രദേശിൽ ഞങ്ങളെക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിയെടുത്തല്ലോ, ഇന്ത്യ മുന്നണിക്ക് 44 സീറ്റ് ലഭിച്ചില്ലേ, അപ്പോൾ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയണ്ടേ എന്ന് ചോദിച്ചു. അവിടെ തന്നെയാണ് പ്രധാന വിഷയം ഉന്നയിക്കപ്പെടുന്നത്. ഉത്തരേന്ത്യയിൽ ബി.ജെ.പി സേഫ് അല്ല എന്ന് ബി.ജെ.പി നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. അതായത് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ സഖ്യം വീണ്ടും ആവർത്തിക്കപ്പെട്ടാൽ തീർച്ചയായും അത് കിട്ടാക്കനിയാകും. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഉത്തർപ്രദേശ് എന്ന വലിയ സംസ്ഥാനം നഷ്ടമാകും എന്ന രഹസ്യ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രവിശങ്കർ പ്രസാദ് ഇങ്ങനെ തുറന്നടിച്ചത്. രവിശങ്കർ പ്രസാദിനെ പാർട്ടി ശാസിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാൻ പാടില്ല എന്നതാണ് JP നദ്ദയും അമിത്ഷായും എല്ലാം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന താക്കീത്. സമാജ്വാദി പാർട്ടി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കോൺഗ്രസിന് കൊടുത്തൊരു ഉറപ്പുണ്ടായിരുന്നു. എത്രയൊക്കെ തെരഞ്ഞെടുപ്പുകൾ എത്രയൊക്കെ രീതിയിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാലും ഞങ്ങൾ കോൺഗ്രസുമായുള്ള ബന്ധം സഖ്യം ഉപേക്ഷിക്കില്ല എന്ന്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം നേടിയെടുത്തത് വൻ വിജയമാണ്. ശരാശരി 5-6 സീറ്റുകൾ മാത്രം 80 സീറ്റുകളുള്ള ലോക്സഭയിൽ സമാജ്വാദി പാർട്ടി നേടുന്നതാണ് പതിവ്. അതിന് വ്യത്യാസമായി 2009 മാത്രമാണ് 22 സീറ്റുകൾ നേടിയെടുത്തത്. 2014 5-ഉം 2019 6 സീറ്റുകൾ മാത്രം നേടിയെടുത്ത സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 37 എന്ന വലിയ സംഖ്യയിലേക്ക്, അതും ബി.ജെ.പിയുടെ മൊത്തം സീറ്റുകളെ പോലും മറികടന്നുകൊണ്ട് എത്തിയത് കോൺഗ്രസുമായുള്ള സഖ്യത്തിൻ്റെ പേരിൽ തന്നെയാണ് എന്ന് അഖിലേഷ് ഉറപ്പിച്ചു തന്നെയാണ് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സഖ്യം വിടാൻ യാതൊരു താല്പര്യവുമില്ല. RJDക്ക് ബീഹാറിൽ വലിയ രീതിയിലുള്ള ചതിവ് പറ്റിയിട്ടുണ്ട്. അവർ എങ്ങനെ പോയാലും 50 സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. RJD JDU ബന്ധം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടെ ചേർന്ന് നടത്തിയ ഒത്തുകളിയാണ് ഇത് എന്ന് നേരത്തെ തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞതാണ്. അതായത് നിതീഷ് എപ്പോഴൊക്കെ മനമാറുമെന്ന് BJP നേതാക്കൾക്ക് അറിയില്ല. നിതീഷ് മിനിറ്റ് വെച്ച് മാറ്റുന്ന അല്ലെങ്കിൽ ഓന്തിനെ പോലെ നിറം മാറുന്ന സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് തന്നെ നിതീഷ് അങ്ങനെ ഒരു രീതിയിലേക്ക് BJPയെ തള്ളിയിടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ സീറ്റ് നിലയിൽ ഇങ്ങനെ ഒരു കളി BJP കളിച്ചത് എന്നാണ് KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനാവശ്യമായ തെളിവില്ലല്ലോ എന്ന് BJP നേതാക്കൾ ചോദിച്ചപ്പോൾ നിങ്ങൾ തെളിവുകൾ നശിപ്പിക്കാൻ മിടുക്കരല്ലേ എന്നുകൂടി KC വേണുഗോപാൽ വ്യക്തമായ മറുപടി കൊടുത്തു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഉത്തർപ്രദേശിൽ യോഗിക്ക് ഭീഷണിയാകുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.